അവധിക്കാല പരിശീലനം സോഷ്യൽ സയൻസ് ഗ്രൂപ്പ് ഡോക്യുമെൻറ്റേഷൻ ഒന്നാം ദിനം ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് വിഷയത്തിലെ അവധിക്കാല പരിശീലനത്തിന് 2025 മെയ് 13 തുടക്കമായി. മെയ് 13 മുതൽ 18 വരെ 5 ദിവസങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. പരിശീലനത്തിൻ്റെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് പൊതുസെഷനിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി പ്രസന്നകുമാരി നിർവഹിച്ചു. തുടർന്ന് അതത് വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരിശീലനത്തിന് സമാരംഭം കുറിച്ചു. 10:45 സത്യൻ മാഷിൻ്റെ ആമുഖ സെഷനോടുകൂടിയാണ് പരിശീലനത്തിലേക്ക് പ്രവേശിച്ചത്. അവധിക്കാല പരിശീലനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് KCF-ൻ്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ച പാഠപുസ്തകം പരിചയപ്പെടൽ, വിനിമയ രീതിശാസ്ത്രം തിരിച്ചറിയൽ, സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ബോധ്യപ്പെടൽ, ലഹരി, സൈബർ പോലുള്ള വെല്ലുവിളികളെ വിദ്യാലയം നേരിടേണ്ടതിൻ്റെ പ്രാധാന്യവും രീതിയും തിരിച്ചറിയൽ, ആരോഗ്യ വിദ്യാഭ്യാസം, കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയും ചർച്ച ചെയ്യൽ, യൂണിറ്റ് ആസൂത്രണം എന്നിവയാണെന്ന് സൂചിപ്പിച്ചു. പരിശീലനം വിജയകരമാക്കാൻ പങ്കാളികളുടെ ശ്രദ്ധേയമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കോഴ്സ് ബ്രീഫിംഗ് സത്യൻ മാഷ് അവസാനിപ്പിച്ചു. തുടർന്ന് RP-മാരായ ബിജീഷ് കൂളിയാട്, ഉണ്ണിമാഷ് പിലിക്കോട്, ഉണ്ണിമാഷ് കമ്പല്ലൂർ എന്നിവരെ പരിചയപ്പെടുത്തി. 11:05 ഐസ് ബ്രേക്കിംഗ് പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നു നാം കാണുമീ നരകത്തിനപ്പുറം ഒരു സ്വർഗമുണ്ടങ്ങു ദൂരെ എന്ന് തുടങ്ങുന്ന ഗാനം പരിശീലനാംഗങ്ങളെ കേൾപ്പിച്ചു. പ്രതീക്ഷയും സ്നേഹവും മാനവികതയുമൊക്കെയാണ് കവിതയുടെ മുഖമുദ്ര എന്ന ചർച്ചയിലൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നന്നായി അലങ്കരിച്ച ഒരു ഭരണിക്കകത്തു നിന്ന് എല്ലാവർക്കും ഒരു സമ്മാനക്കിറ്റ് വിതരണം ചെയ്തു. മിഠായിയോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് എല്ലാവർക്കും സമ്മാനമായി ലഭിച്ചു. ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റേതെന്ന് കണ്ടെത്താൻ നിർദ്ദേശിച്ചു. തുടർന്ന് അംഗങ്ങൾ അവർക്ക് ലഭിച്ച ഫ്ലാഗ് നോക്കി വൻകരകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി. ഇതിന് സഹായിക്കും വിധം ചെക്ക് ലിസ്റ്റ് എന്നോണം RP വൻകരകളുടെ ഫ്ലാഗിൻ്റെ സ്ലൈഡ് പ്രദർശിപ്പിച്ചു. ഓരോ ഗ്രൂപ്പിനോടും അവരുൾപ്പെടുന്ന വൻകരകളുടെ പ്രധാന സവിശേഷതകൾ കണ്ടെത്താൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഗ്രൂപ്പുകൾ അവരവരുടെ ലീഡറെ തിരഞ്ഞെടുത്തു. RP ഓരോ ഗ്രൂപ്പിലേക്കും അതത് വൻകരകളുടെ ഒരു പരമ്പരാഗത നൃത്തരൂപത്തിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു. വീഡിയോ നിരീക്ഷിച്ച് ഗ്രൂപ്പ് അംഗങ്ങൾ പാട്ടിന് ചുവട് വെച്ചാണ് പരിചയപ്പെടുത്തേണ്ടത് എന്ന നിർദ്ദേശം തുടർന്നു വന്നു. പരിചയപ്പെടൽ പ്രവർത്തനത്തിനൊടുവിൽ തങ്ങൾക്ക് ലഭിച്ച ഫ്ലാഗുകൾ RP മുൻകൂട്ടി ഒട്ടിച്ചു വെച്ച ഓരോ വൻകരയെയും പ്രതിനിധാനം ചെയ്യുന്ന 5 വർണ്ണത്തിലുള്ള പ്രതലത്തിൽ യുക്തിസഹമായി ഒട്ടിക്കാനും ഓർമ്മപ്പെടുത്തി. റിഹേഴ്സലുകൾ തകൃതിയായി നടന്നു. തുടർന്ന് അവതരണമേളയായിരുന്നു. ഓരോ ഗ്രൂപ്പും തങ്ങളുടെ പരമാവധിയിൽ നിന്നു തന്നെ അവതരണം നടത്തി. 1-2 ഗ്രൂപ്പുകളുടെ അവതരണ മികവ് ഊർജവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. പ്രവർത്തനത്തിൻ്റെ വൈവിധ്യം കൊണ്ടും അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും RP-മാരുടെ ആസൂത്രണ മികവും പിന്തുണാ രീതി എന്നിവ കൊണ്ടും ഐസ് ബ്രേക്കിംഗ് പ്രവർത്തനം വളരെ മികവുറ്റതായി എന്ന് എല്ലാ മനസ്സുകളും സാക്ഷ്യപ്പെടുത്തി. ജനറൽ ലീഡറായി പ്രമോദ് സാറിനെ തിരഞ്ഞെടുത്തു. ഗ്രൂപ്പുകൾക്കുള്ള ചുമതലകൾ RP അവതരിപ്പിച്ചു. യഥാക്രമം ഡോക്യുമെൻറ്റേഷൻ, പുസ്തകപരിചയം, ഹാപ്പി ലിറ്റ്മസ്, റീൽസ് നിർമ്മാണം, ആനുകാലികം എന്നിവയായിരുന്നു ചുമതലകൾ. മനസ്സു നന്നാകട്ടെ എന്ന ഗാനം കേൾപ്പിച്ചുകൊണ്ട് മാനവിക മൂല്യങ്ങൾ ഒരു വട്ടം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശീലന സെഷന് അവസാനം കുറിച്ചു. 12:40 രണ്ടാം സെഷൻ തുടക്കമായി. ഉണ്ണിമാഷ് കമ്പല്ലൂരാണ് സെഷന് നേതൃത്വം നൽകിയത്. 2023 പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ വെളിച്ചത്തിൽ സാമൂഹ്യശാസ്ത്ര സമീപനം എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നും പാഠഭാഗം വിശകലനം ചെയ്യുക വഴി പുതിയ സമീപനത്തെ എത്രത്തോളം പാഠപുസ്തകങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന അന്വേഷണവുമാണ് സെഷൻ ലക്ഷ്യമിട്ടത്. ആമുഖ ഭാഷണത്തിന് ശേഷം 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ M. കുഞ്ഞാമൻ്റെ ആത്മകഥയായ എതിരിലെ ഒരു ശബ്ദരേഖ കേൾപ്പിച്ചുകൊണ്ട് ഉണ്ണിമാഷ് സെഷൻ്റെ കാമ്പിലേക്ക് പ്രവേശിച്ചു. ഇവിടെ കുഞ്ഞാമൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് പട്ടിണിയും ദാരിദ്ര്യവും അസമത്വവും അസംതൃപ്തിയുമാണ് എന്ന ഉത്തരങ്ങൾ പരിശീലനാംഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം വ്യക്തിപരം മാത്രമാണോ എന്ന ഉപചോദ്യം ഉന്നയിക്കപ്പെട്ടു. തുടർന്ന് കാരണങ്ങൾ വ്യക്തിപരം മാത്രമല്ല, മറ്റ് സാഹചര്യങ്ങളായ സാമൂഹ്യപരമായ കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന ധാരണയിലെത്തി. ഹരിപ്പാട് SSLC പരീക്ഷയിൽ ഗ്രേഡ് കുറഞ്ഞതിന് ജീവനൊടുക്കിയ കുട്ടിയുടെ ഉദാഹരണത്തിൽ തുടങ്ങി ഡർക്കീമിൻ്റെ 1897 പിറവിയെടുത്ത സൂയിസൈഡ് എ സ്റ്റഡി ഇൻ സോഷ്യോളജി എന്ന ശ്രദ്ധേയമായ പുസ്തകത്തിൽ പരാമർശിച്ച 4 തരം ആത്മഹത്യകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ടും ഉണ്ണിമാഷ് മുന്നേറി. തുടർന്ന് സാമാന്യബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പം എന്നീ ടേമുകളിലൂന്നിയുള്ള ചർച്ചകളാണ് നടന്നത്. വളരെ ഗൗരവമേറിയ ഈ വിഷയങ്ങളെ തക്കതായ പ്രാധാന്യത്തോടെയാണ് പാഠപുസ്തകം പരിഗണിക്കുന്നതെന്ന് മാഷ് ഓർമ്മപ്പെടുത്തി. വ്യക്തി, ദൈനംദിന ശീലങ്ങൾ, വഴക്കങ്ങൾ, വിശ്വാസങ്ങൾ,
അനുഭവങ്ങൾ എന്നിവയിലൂടെ ആർജിക്കുന്ന അറിവുകളാണ് സാമാന്യ ബോധജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് എന്നും, എന്നാൽ ഈ സാമാന്യ ധാരണകൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലെത്തുമ്പോൾ പ്രശ്നത്തെ വിമർശനാത്മകമായി ആഴത്തിൽ ചർച്ച ചെയ്യുകയും വിപുലമായ സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്നും മാഷ് ഓർമ്മിപ്പിച്ചു. സമയക്കുറവ് കാരണം ഉച്ചഭക്ഷണ സമയം അതിക്രമിച്ചു തുടങ്ങുന്ന വേളയിൽ 1:20 മാഷിന് സെഷന് വേഗത്തിൽ ബ്രേക്ക് നൽകേണ്ടി വന്ന വേളയിൽ പരിശീലനാംഗങ്ങളുടെ മനസ്സിലെല്ലാം തന്നെ ഈ 2 ടേമുകളും അതിൻ്റെ യുക്തിയും വ്യത്യാസവുമെല്ലാം കൃത്യമായി അറിവായി പാകപ്പെടാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് ലീഡർ പ്രമോദ് മാഷിൻ്റെ നിർദ്ദേശാനുസരണം ചന്ദ്രിക ടീച്ചറും പ്രിയപ്പെട്ട ടീച്ചറും പാട്ടുപാടി സെഷന് തുടക്കമിടാൻ ക്ഷണിച്ചു. 2 പേരും മനോഹരമായി പാടി. തുടർന്ന് സെഷൻ പുനരാരംഭിച്ചപ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ വ്യക്തിഗത വീക്ഷണം വിശാലമാകുന്നത് കൊണ്ട് തന്നെ സെൽഫ് റിഫ്ലക്ഷൻ സാധ്യമാണ് എന്ന് ഉണ്ണിമാഷ് മുന്നേ സൂചിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ച വ്യക്തത തുളസി ടീച്ചർ ആരാഞ്ഞു. തുടർന്ന് സെൽഫ് റിഫ്ലക്ഷൻ എന്നത് ക്ലാസ് മുറിക്കകത്ത് അതത് പ്രശ്ന വിശകലന വേളയിൽ അനലിറ്റിക്കൽ സ്കില്ലിൻ്റെ ഭാഗമായി പഠിതാവിൽ പ്രതീക്ഷിക്കുന്ന നൈപുണിയാണ് എന്ന് സത്യമാഷ് ക്രോഡീകരിച്ചു. ഈ വേളയിൽ ജ്ഞാന സമൂഹത്തെ സംബന്ധിച്ചും ആഴത്തിലുള്ള ചർച്ച നടന്നു. തുടർന്ന് പരിശീലനാംഗങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 10ാം ക്ലാസ്സിലെ 3ാം യൂണിറ്റ് സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന പാഠത്തെ ആഴത്തിൽ പരിശോധിക്കാൻ തുനിഞ്ഞു. യൂണിറ്റിലെ ആശയങ്ങൾ, സമൂഹശാസ്ത്ര സങ്കല്പം, മൂല്യനിർണ്ണയ സാധ്യത, ഉൾച്ചേർക്കൽ സാധ്യത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ ഗ്രൂപ്പുകൾ കണ്ടെത്തി അവതരിപ്പിച്ചു. ഓരോ ഗ്രൂപ്പിൻ്റെയും അവതരണം മികച്ചതായിരുന്നു. സാമൂഹ്യശാസ്ത്ര വിഷയം മുന്നോട്ട് വെക്കുന്ന സമീപനത്തിൽ ഊന്നി ഓരോ യൂണിറ്റുകളും ഇത്തരത്തിൽ വിശകലനം ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉണ്ണിമാഷ് സെഷൻ ക്രോഡീകരിച്ചു. സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട 3ാമത്തെ സെഷൻ ഉണ്ണിമാഷ് പിലിക്കോടാണ് വിനിമയം ചെയ്തത്. 2016 ശേഷം നിങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നടന്ന ഭൗതികവും അക്കാദമികവും സാമൂഹ്യപരവുമായ പ്രവർത്തനങ്ങളെ, മുന്നേറ്റങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ പൊടിതട്ടിയെടുത്താണ് ഉണ്ണിമാഷ് തുടങ്ങിയത്. തുടർന്ന് ദേവദാസ് മാഷ് അടക്കമുള്ളവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പിന്നീട് ഒരു വീഡിയോ പ്രദർശനത്തിലൂടെ ഉണ്ണിമാഷ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഹ്രസ്വമായി വിശദീകരിച്ചു. അംഗങ്ങൾക്കെല്ലാം വ്യത്യസ്ത നിറത്തിലുള്ള ബലൂണുകൾ വിതരണം ചെയ്തു. തങ്ങൾ വിദ്യാലയത്തിൽ ഇടപെട്ട മേഖലകൾ ബലൂണിന് മുകളിൽ എഴുതാൻ നിർദ്ദേശിക്കപ്പെട്ടു. എല്ലാവരുടെയും എഴുത്തിന് ശേഷം ബലൂൺ ഊതി വീർപ്പിച്ച് 2017 പ്രവേശനോത്സവ ഗാനത്തോടൊത്ത് ചുവടുവെച്ചു. വളരെ സന്തോഷകരവും മനോഹരവുമായ കാഴ്ചയായിരുന്നു അത്. തുടർന്ന് ഒരേ നിറം ലഭിച്ചവർ ഗ്രൂപ്പുകളിലിരുന്നു. ഗ്രൂപ്പിൽ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ പ്രധാന ഇടപെടൽ മേഖലകളുടെ കുറിപ്പുകൾ നൽകി. ഒപ്പം നൽകിയ ചാർട്ട് പേപ്പർ തങ്ങൾക്ക് ലഭിച്ച മേഖലയിലെ ആശയങ്ങൾ എഴുതി കടലാസിനെ പട്ടമാക്കി മാറ്റി പ്രദർശനത്തിന് സജ്ജമാക്കി. തുടർന്ന് 2 പേരടങ്ങുന്ന ഗ്രൂപ്പ് വേദിയിലെത്തി തങ്ങൾ കണ്ടെത്തിയ ആശയങ്ങൾ അവതരിപ്പിച്ചു. ഉണ്ണിമാഷ് ഗ്രൂപ്പുകളുടെ ആശയങ്ങളെ വ്യക്തതയോടെയും സമഗ്രതയോടെയും ക്രോഡീകരിച്ചു. തുടർന്ന് സത്യമാഷിൻ്റെ കൃത്യമായ കൂട്ടിച്ചേർക്കലോടെ സെഷന് അവസാനമായി. സമയം 4:25 നിൽക്കുമ്പോൾ ലീഡർ പ്രമോദ് മാഷ് ആദ്യ ദിനത്തിൻ്റെ സെഷൻ അവലോകനത്തിനായി വത്സരാജ് മാഷ് ക്ഷണിച്ചു. കൃത്യമായി വിശകലനം നടത്തിക്കൊണ്ട് സംസാരിച്ചതിനൊടുവിൽ 4:30 ആദ്യ ദിന പരിശീലന സെഷന് 1ാം ദിവസം സമാപനമായി.